ഹലോ, നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ പേടിയുണ്ടോ? ബേക്ക് ചെയ്യാനൊന്നും പേടിക്കണ്ട. നമുക്ക് ഈസി ആയിട്ട് ഓവനൊന്നും ഇല്ലാണ്ട് വെരി സിമ്പിൾ ഒരു മെഷർമെൻറ്റ്സ് കപ്പൊന്നും ഇല്ലാണ്ട് നമുക്കൊരു കേക്ക് ബേക്ക് ചെയ്താലോ? ഓക്കെ, ഈവനിങ് സ്നാക്സ് ആയിട്ട് ചെറിയൊരു കേക്ക്. ഓക്കെ, ഇത് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വാനില ഫ്ലേവറിലും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇതിനായി നമ്മൾ കുറച്ച് തൈര് എടുക്കുക. പുളിയില്ലാത്ത തൈര്, കുറച്ച് തൈര് എടുത്ത് നന്നായിട്ട് ഇളക്കുക. അതിനകത്തേക്ക് കുറച്ച് ഷുഗർ പൗഡർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഷുഗർ വേണേൽ ഷുഗർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ശർക്കര പൊടി ചെയ്താലും മതി. അത് ഷുഗർ ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനകത്തേക്ക് നമുക്കൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് വാനില എസൻസ്, ഇച്ചിരി വാനില എസൻസ് എടുത്ത് വയ്ക്കുക. പിന്നെ കുറച്ചൊരു നമുക്കൊരു സോൾട്ടി ടേസ്റ്റിനായിട്ട് നുള്ളുപ്പ്. ഇനി ഉപ്പ് വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഒരു നുള്ളുപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എന്ത് ചേർക്കാം? ഞാൻ ഈ ഓയിൽ ഉപയോഗിക്കുന്നത്, അതിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പം ബട്ടർ മെൽറ്റ് ചെയ്തത് കുറച്ച് ഒഴിക്കാം, അധികം വേണ്ട, കുറച്ച് ഒഴിക്കാം. ഓക്കെ, മുട്ടയൊന്നും ചേർക്കാത്ത കാരണം പിന്നെ ഇച്ചിരി ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് നല്ല മിക്സ് ആവണേ. ആ മിക്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൈദ ഇടുന്നത്. മൈദ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആട്ട പൊടിയില്ലേ, ഗോതമ്പ് പൊടി, അതും ഇടാം. ഓക്കെ, മൈദയ്ക്ക് പകരം. അപ്പം അത് മനസ്സിലായല്ലോ. മൈദ അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ടാലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഇതിനകത്ത് ഞാൻ ഇച്ചിരി ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. അപ്പം ചെറിയൊരു അര ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ചോക്ലേറ്റ് ഫ്ലേവറാണ്. ചോക്ലേറ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ കുറച്ച് കൊക്കോ പൗഡറും ഇടുന്നുണ്ട്. ഓക്കെ, കൊക്കോ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ചൊരു കട്ടിയായിരിക്കും. അപ്പോൾ കട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ പാലൊക്കെ ഉണ്ടെങ്കിൽ പാല്, അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? കോഫി പൗഡർ ജസ്റ്റ് ഇച്ചിരി വെള്ളത്തിൽ കോഫി പൗഡർ ഇട്ട് തിളപ്പിച്ചിട്ടും എടുക്കാം, അല്ലെങ്കിൽ പാലിലിട്ടിട്ട് കോഫി പൗഡർ ഇളക്കിയിട്ട് അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് പാലിച്ചിരി ഇളക്കിയിട്ട് അത് ചേർക്കുകയാണ്. എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ചത്. ഇനി പാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇളം ചൂട് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ആക്കാം. ഓവർ ലൂസും ആവരുത്, ഓവർ തിക്കും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസി. ഇതപ്പോൾ കാണുന്നില്ലേ? ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ ഞാൻ ഒരു എക്സ്ട്രാ ഒരു അലങ്കാരത്തിന് ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ ഒക്കെ പൊടിച്ചിടുന്നുണ്ട്. അതും നിങ്ങളെ ഇഷ്ടമാണ്. വീട്ടിലുണ്ടെങ്കിൽ കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് റിച്ചാക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? വീട്ടിലെ കറിയൊക്കെ എടുക്കുന്ന ചെറിയ ബൗൾ ഉണ്ടായില്ലേ, കപ്പ് സ്റ്റീലിൻ്റെ, അതിൽ എണ്ണ തടവിയിട്ടോ വേണേൽ എടുക്കാം. ഞാനിവിടെ ബട്ടർ പേപ്പർ ഉള്ളത് കൊണ്ട് വെക്കുന്നുണ്ട്. വെച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇത്തിരി എണ്ണ തടവിയിട്ട് അതിനകത്തേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. കറിയൊക്കെ എടുക്കുന്ന കപ്പാണ്, സ്റ്റീൽ കപ്പ്. 2 ഞാൻ ഓവനിൽ കാണിക്കുന്നുണ്ട്. ഒരെണ്ണം ഞാൻ കുക്കറിൽ, നമ്മൾ പ്രഷർ കുക്കർ ജസ്റ്റ് 10 മിനിറ്റ് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് സിമ്മിൽ തീയിടുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്ന ബാറ്ററുള്ള മോൾഡ് അതിനകത്തേക്ക് എന്തിലാണോ എടുക്കുന്നത് അത് അതിനകത്തേക്ക്. കുക്കറിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് റിങ് വെക്കാം. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താലും മതി. അപ്പോൾ 2 ഞാൻ സ്റ്റീലിൽ, അതായത് നമുക്ക് കേക്കിൻ്റെ മോൾഡൊന്നും ഇല്ലെങ്കിലും വീട്ടിലെ പാത്രത്തിൽ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 2 കറിയൊക്കെ എടുക്കുന്ന ബൗളിലാണ് ഓവനിൽ വയ്ക്കുന്നത്. സ്റ്റീൽ കപ്പാണ്. മറ്റേത് എൻ്റെ അടുത്തൊരു ചെറിയ മോൾഡ് ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് ഇട്ടിട്ട് അതും നിങ്ങൾക്കൊരു ചോറ് പാത്രത്തിലോ ടിഫിൻ ബോക്സില്ലേ സ്റ്റീലിൻ്റെ, അതിനകത്ത് അങ്ങനെ ഒഴിച്ച് എണ്ണ തടവിയിട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിതിനകത്ത് എക്സ്ട്രാ കുറച്ച് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഉള്ളത് അത് ഇട്ടെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടാം. ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പീസാക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഓവനിലാണെങ്കിൽ ഇത് 20-25 മിനിറ്റ് വരും. നമ്മൾ ഒരു 175 to 180 ഡിഗ്രിയിൽ, അതിൻ്റെ ഇടയിൽ. ഓക്കെ, ഇനി നമ്മൾ പ്രഷർ കുക്കറിൽ സിമ്മിൽ നമുക്ക് എത്ര സമയം വരും? ഒരു 25 to 30. അതായത് ആദ്യം 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയിട്ട് പ്രഷർ കുക്കറിലാണ് അതിലിറക്കി വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം, രണ്ടും ഒരേപോലെ തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവൻ്റെ ആവശ്യമില്ല, നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, എഗ്ഗിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് മിക്സ് ആക്കിയിട്ട് എളുപ്പത്തിൽ നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് കഴിക്കാം. എൻ്റെ മോളിവിടെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്, നല്ല ഇഷ്ടമായിട്ടുണ്ട് അവർക്ക്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.